ഗുഡ് മോർണിംഗ്. ആ സോണി, അതെ നിമിഷേ, ഇതിന്റെ കാര്യം എന്തായി? ആ സോണിയാണ്, പറഞ്ഞോളൂ. കൺഫേം ചെയ്ത് പറയാം. ഇല്ല അതിന്റെ ഡേറ്റ് ഞാനൊന്ന് കൺഫേം ചെയ്ത് പറയാമേ. 12th. യാ, അതെ സാർ കൺഫേം ചെയ്ത ഡേറ്റാ. ഗുഡ് മോർണിംഗ് സർ. ആയിക്കോട്ടെ ഈശോ. ഗുഡ് മോർണിംഗ് പ്രതിഭ മാം. ഗുഡ് മോർണിംഗ് എവ്രിവൺ. ഈ ഡിസൈൻ അല്ലേ സാർ പറഞ്ഞത്? ഓക്കെ. ഇതെന്തു പറ്റി? ആരും മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. പ്രതിഭ മാം, പ്രതിഭ മാം. എന്താ? 1 സെക്കൻഡ്, ഒന്ന് വരാമോ? എന്താ കാര്യം? പ്ലീസ് 1 സെക്കൻഡ്. എന്താ? നിങ്ങളെല്ലാരും ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്ന എന്തിനാ? എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായോ? കാര്യം എന്താ പ്രതിഭ മാം? അപർണ തന്നെ ഒന്ന് ഓർത്തു നോക്ക്, ഇയാൾ എന്തെങ്കിലും മിസ്റ്റേക്ക് കാണിച്ചിട്ടുണ്ടോന്ന്. ഇല്ല. ശരിക്കും ഓർത്തു നോക്ക്. ഇല്ല പ്രതിഭ മാം, ഒന്നുമില്ല. ഇത് ഒരു മിസ്റ്റേക്ക് അല്ലേ? ഇതെങ്ങനെ? അപർണ, പ്രതിഭ, എന്നാലും ഇത് ആരാ എടുത്തേ? ഇതെങ്ങനെയാ വന്ന ഈ ഫോണില്? ഫോട്ടോ ഫേക്ക് അല്ല, ഒറിജിനലാ. അത് വന്നത് നമ്മുടെ സൊനാലി വെൽഫെയർ ഗ്രൂപ്പിലാ. എന്ന് പറയുമ്പോ കമ്പനിയിലെ എല്ലാ സ്റ്റാഫും കൂടെ ഒരു 100-400 പേരുണ്ടാവും. പിന്നെ അവരുടെ ഫാമിലീസ് എല്ലാം കൂടെ ചേരുമ്പോ 10-700 പേരുണ്ടാവും. അതിലാരെങ്കിലും എടുത്തിട്ട ഫോട്ടോ ആയിരിക്കും. എന്തായാലും ഞാൻ ഇവിടെ വന്നിട്ടാ കണ്ടത്. പിള്ളേരൊക്കെ രാത്രിയിലേ കണ്ടു. നാണക്കേടായി. എന്തായാലും തന്റെ ഈ ഫോണിലും ഫോട്ടോ കാണുമല്ലോ, എടുത്തു നോക്ക്. നമ്മൾ തമ്മിലേ കൊച്ചു കൊച്ചു സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അപർണ ഇത്തരത്തിലൊരു കുട്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ എല്ലാരും അങ്ങനെയല്ല. എടി, നീ ടെൻഷൻ ആവാതെ കാര്യം എന്താണെന്ന് പറ. ചേച്ചി, ഇവിടെ എല്ലാവരുടെയും ഫോണിലേക്ക് ആ ഫോട്ടോ ഫോർവേഡ് ചെയ്തത് ഞാനാണെന്നെങ്ങാനും അറിഞ്ഞ സിദ്ധു വെറുതെ ഇരിക്കുന്നു. ആരെ ഈ ഫോട്ടോ എടുത്തേ? അതല്ലല്ലോ സാർ ഇപ്പൊ ഇവിടുത്തെ വിഷയം. ഇനിയിപ്പൊ ഞാനാണെന്ന് വിചാരിച്ചോ? അത് അറിഞ്ഞിട്ട് എന്തിനാ?
സർ നമ്മുടെ സൊണാലി വെൽഫെയർ ഗ്രൂപ്പിലാണ് ഫോട്ടോ വന്നത്. നമ്മുടെ ഗ്രൂപ്പിലോ? അതെ സർ. ആരാ ഫോട്ടോ എടുത്തെന്നോ ആരാ പോസ്റ്റ് ചെയ്യുന്നോ അറിയില്ല. പക്ഷേ പറയണം സർ. ഇനി ഞാൻ എന്തു പറയാൻ? ഇവിടെ എല്ലാരും ആവശ്യത്തിനും അനാവശ്യത്തിനും എല്ലാം സംസാരിച്ചു കഴിഞ്ഞു. എനിക്കിത് വളരെ ഗൗരവമുള്ള കാര്യമോ, എന്റെ ഇമേജിനെ, എന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന കാര്യമോ? അതുകൊള്ളാം. സാറിന്റെ ഇമേജ്, സാറിന്റെ പ്രതിച്ഛായ, സാറിന്റെ റെപ്യൂട്ടേഷൻ, അംഗീകാരം. സർ, ആ ഫോട്ടോയിൽ ഒരാളും കൂടിയുണ്ട്, ഒരു പെൺകുട്ടി. എനിക്കും ഈ പറഞ്ഞ ഇമേജും റെപ്യൂട്ടേഷനും ഒന്നും ഇല്ലേ സർ? സാറ് വരുന്നതിന് മുൻപ് ഇവരെല്ലാവരും എന്നെ ചോദ്യം ചെയ്യായിരുന്നു, ഏതോ കുഴപ്പത്തിൽപ്പെട്ട പെൺകുട്ടിയാണെന്നുള്ള രീതിയിൽ. അതിന് സാറിന് പ്രോബ്ലം ഒന്നും ഇല്ലേ? ഇമാതിരി വിഷയങ്ങളുടെ പേരിൽ എന്റെ സ്റ്റാഫുകൾ ഇതുവരെ എന്നെ പരിഹസിച്ചിട്ടില്ല, വിരൽ ചൂണ്ടിയിട്ടില്ല, പടക്കം പറഞ്ഞിട്ടില്ല. അതിനുള്ള അവസരം ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. പക്ഷെ ഇപ്പോ എന്ത് നാണക്കേടത്? സോണി, ആരെ ഈ ഫോട്ടോ എടുത്തെന്നും എല്ലാവർക്കും അയച്ചെന്നും എനിക്കറിയണം. എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? സർ, ഇത് ഫോട്ടോ അല്ല, നിങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ള ഫോട്ടോ. ഓ, മനസ്സിലായി. ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ അതിന് ഇതുപോലൊരു സിറ്റുവേഷൻ ഉണ്ടാവണമെന്നല്ലേ? അതല്ലേ തന്റെ സംശയം? പറയാം. കഴിഞ്ഞ കുറെ ദിവസമായിട്ടെ ഈ അപർണ വളരെ ഡിപ്രസ്ഡ് ആയിരുന്നു. ജോലിയിൽ ശ്രദ്ധിക്കാൻ കഴിയാത്ത രീതിയിൽ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അയാളെ തിരിച്ച് ശാന്തമായ അവസ്ഥയിലേക്ക് കൊണ്ടുവരേണ്ടത് എന്റെ ആവശ്യമായിരുന്നു. സൊനാലിയിലെ സ്റ്റാഫിന്റെ കാര്യത്തിലെ ശ്രദ്ധിക്കേണ്ടത് എന്റെ ആവശ്യമായിരുന്നു. അങ്ങനെ അയാളെ ഹെൽപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചു. പ്രശ്നം എന്താണെന്ന് ചോദിച്ചു. ഉറക്ക പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അപർണ ആ വീർപ്പുമുട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഒടുവിൽ ആ മനസ്സിലെ ഭാരം ഒഴിഞ്ഞു. ആ നിമിഷത്തിലെ ഒരു ആശ്വാസത്തിനു വേണ്ടി അപർണ ഒന്ന് ചേർന്ന് നിന്നു. അതാണ് അവിടെ സംഭവിച്ചത്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് സർ. എങ്കിൽ ബാക്കിയുള്ളവർക്കും കൂടി പോയി ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക്. പക്ഷേ സർ, മറ്റുള്ളവരൊക്കെ വേറെ രീതിയിൽ അല്ലേ അപർണ? എന്നോട് എന്തിനാ ചോദിക്കുന്നേ? മനസ്സിലാക്കേണ്ടതും മനസ്സിലാവാത്തവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതും ഞാനല്ല, ഈ MD സാറാ. അദ്ദേഹം സുപ്പീരിയർ. എന്താ സംഭവിച്ചെന്ന് സാർ തന്നെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക. സാറിന്റെ ഡ്യൂട്ടിയാ അത്. എന്നെ കുറിച്ച് എന്റെ ഓഫീസ് സ്റ്റാഫുകൾ മോശമായിട്ട് സംസാരിക്കുന്നത് തനിക്ക് വിഷയമല്ല? സാർ എപ്പോഴേ സാറിന്റെ കാര്യം മാത്രം ആലോചിക്കുന്നേ. സ്വന്തം ഇമേജ്, സ്ഥാനം, സൽപ്പേര്, ഇത്രയും സ്വാർത്ഥതൊന്നും പാടില്ല. ഞാൻ എന്തിനു മിണ്ടാതിരിക്കണം? ആ ഫോട്ടോയിൽ ഞാനുള്ള സ്ഥിതിക്ക് അത് എന്റെ അഭിമാനത്തിന്റെ പ്രശ്ന. ഓ, അപ്പൊ താനാണ് ശരി, താൻ മാത്രമാണ് ശരി. അതെ, പക്ഷേ സാറിനെ പോലെ ഞാൻ മാത്രമാണ് ശരിയെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പറയണം സാർ, പറയണം. ഷൗട്ട് ചെയ്യ് സർ. ഹലോ. ആ സർ, അത് കൺഫേം ആണോ? ആ, ഓക്കെ സർ, ഞാൻ പറഞ്ഞേക്കാം. സർ, ലോട്ടസിന്റെ ഓഫീസിൽ നിന്നാണ് വിളിച്ചത്. നാളത്തെ മീറ്റിംഗിന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട്. അത് കൺഫേം ആണ് സർ. പക്ഷെ നമ്മുടെ ഡിസൈൻസ് ഒന്നും ഇതുവരെ എന്റെ മധുവേട്ടൻ, നിങ്ങക്ക് ബോധമില്ലേ? ആ പെങ്കുച്ച സദാശിവനോട് വിളിച്ചു ചോദിച്ചാൽ അയാൾ അപ്പൊ തന്നെ പറയില്ലേ അങ്ങനെ ഒരു ഇടപാട് നടന്നിട്ടില്ല എന്ന്? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? അത് അപ്പോഴല്ലേ ഞാൻ അതിനുള്ള മരുന്ന് വേറെ കണ്ടുവച്ചിട്ടുണ്ട്. നീ എന്തിനാ അതിൽ ഇടപെടുന്നേ? ഞാൻ ഇടപെടും. എനിക്കിനി ഇതിങ്ങനെ നോക്കി നിൽക്കാൻ പറ്റില്ല. നിങ്ങൾ എന്താ വിചാരിച്ചത്? കഴിഞ്ഞുപോയ കാര്യങ്ങളൊന്നും ഓർക്കാതെ ഇവിടെ ജീവിക്കാന്ന് കരുതുന്നത് തന്നെ മണ്ടത്തരവാ, തെറ്റാ. മനസാക്ഷി ഇല്ലാതെ എങ്ങനെയാ മധുവേട്ട?
ഒന്ന് ആലോചിച്ച് നോക്കിയ മധുവേട്ടൻ. 1-2 കൊല്ലമല്ല, 10-20 വർഷമായി വീട്ടിൽ ജീവിക്കാൻ തുടങ്ങി. ആ പെങ്കൊച്ചിന് തന്തയും തള്ളയും ചത്തിട്ട് എത്ര വർഷമായി? 20 വർഷം. ഇത് നോക്ക്, നിരന്നിരിക്കണുണ്ടോ? മരിച്ച് തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന കൊച്ച. ഇവന്റെ ആത്മാവ് പൊറുക്കോ നമ്മളോട്? അവൻ കടക്കാരനാന്നും പറഞ്ഞ് ഈ കാണാവുന്ന കള്ളത്തരം മുഴുവൻ കാണിച്ചാല് നിങ്ങക്ക് മനസ്സമാനത്തിൽ ജീവിക്കാൻ പറ്റുമോ? എനിക്ക് പറ്റുമോ? 10-17 വയസ്സായ ഒരു മോളുണ്ട് നമുക്ക്, ഒരു കുഞ്ഞ്. അവളുടെ മുമ്പിൽ കൂടി നിങ്ങൾ കയ്യാഴ്മ വെച്ച് പോകുന്നത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. ഒന്നും അങ്ങനെ മറന്നു പോരുന്നു മധുവേട്ടാ. നമ്മളിപ്പോ കുടിച്ചിറക്കിയ വെള്ളം വരെ ഈ കുടുംബത്തിന്റെ സമ്പാദ്യല്ലേ. നമ്മുടെ കടം വീട്ടാൻ നമുക്ക് വേറെ എന്തെല്ലാം വഴികളുണ്ട്. ആമിയോട് പറഞ്ഞ ആമി നമ്മളെ സഹായിക്കില്ലേ? ആ പെങ്കൊച്ചു ചെയ്തതന്നെയല്ലോ. ഒന്നും കാണാതെ ആടിനെ പട്ടിയാക്കി 2 കണക്കുസ്തം ഉണ്ടാക്കിക്കൊണ്ട് മധുവേട്ടൻ എത്ര കാലം ഇങ്ങനെ ജീവിക്കും? എന്നെ കൊണ്ട് പറ്റില്ല. എന്തൊക്കെയാ ചെയ്തു കൂട്ടിയ? എന്നെ കൊണ്ട് വയ്യേനി ഇതൊന്നും സഹിക്കാൻ. ശാപം കിട്ടും മധുവേട്ടാ, വേണ്ട നമുക്കിത്. മധുവേട്ടാ, ഞാൻ മധുവേട്ടനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ, എല്ലാം വിറ്റുപെറുക്കിയിട്ടാണെങ്കിലും ആത്മാഭിമാനത്തോടെ ജീവിക്കുന്നു. എന്റെ ഷെയർ വിൽക്കാൻ പറഞ്ഞത് 100% ആത്മാർത്ഥമായിട്ടാണ്. മധുവേട്ട, നമുക്കതങ്ങ് വിറ്റിട്ട് ഈ കടമെല്ലാം തീർത്ത് കേസ് ഒഴിവാക്കി ജീവിക്കാം മധുവേട്ട. എന്നിട്ട് എന്ത് ചെയ്യാനാ? ഇനി അങ്ങോട്ടുള്ള കാലം എങ്ങനെ ജീവിക്കും? അതുകൂടി ഒന്ന് പറഞ്ഞതാ. ജീവിക്കണമെന്ന് വിചാരിച്ച ഒരുപാട് വഴികളുണ്ട് മധുവേട്ട. വല്ലവർക്കും പാട്ടത്തിന് കൊടുത്തേക്കേണ്ട കുറച്ച് പാടമില്ലേ നമുക്ക്? നമുക്ക് എന്തെങ്കിലും അതിൽ നിന്ന് കിട്ടുന്നുണ്ടോ? എന്റെ അച്ഛന്റെ കൃഷിസ്ഥലമുണ്ട് കുറച്ച്. അവിടെയൊക്കെ നമുക്ക് ആളെ വെച്ച് കൃഷി ചെയ്യാൻ പാടില്ലേ? നമുക്ക് ജീവിക്കാനുള്ളത് അതിൽ നിന്ന് കിട്ടില്ലേ? ഇച്ചിരി കാത്തിരിക്കണമായിരിക്കും. പിന്നെ അവളുടെ പഠിപ്പ്, അതിന്റെ കാര്യങ്ങൾ ചെയ്താൽ പോരെ നമുക്ക്? എന്താ മധുവേട്ടന്റെ അഭിപ്രായം? അപ്പൊ നമ്മള് നാട്ടിൽ പോയി നിൽക്കണമെന്നാണോ നീ പറയുന്നേ? അങ്ങനെ നാട്ടിൽ പോയി നിൽക്കാൻ നിങ്ങക്ക് പറ്റുമോ? പറ. ഇല്ല, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. 100% പറ്റത്തില്ല. 10-30 പണിക്കാരെയൊക്കെ വെച്ച് പാടത്ത് പണിയെടുപ്പിച്ചിട്ടുള്ളവരാ ഞാൻ. നീ എന്റെ കൂടെ വന്ന് ഞാൻ നട നിക്കോ? എന്റെ പട്ടി നിൽക്കും. അപ്പൊ നമുക്ക് 2 പേർക്ക് നാട്ടിൽ പോയി നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായല്ലോ. അതുകൊണ്ട് ഇനി ഞാൻ പറയുന്നത് മധുവേട്ടൻ കൃത്യമായിട്ട് കേൾക്കണം. ഇനി ഈ വീട്ടില് കുടുംബനാഥനായിട്ട് നിങ്ങളും ഞാൻ ഗൃഹനാഥയായിട്ടും വേണമെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങള് മധുവേട്ടൻ അക്ഷരം പ്രതി അനുസരിക്കണം. നമ്മുടെ കൊച്ചിന്റെ കാര്യം പറഞ്ഞു. മറ്റേ മോനില്ലേ വിഷ്ണു, അവൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. മോളിങ്ങനെ ഫാഷൻകാരിയാണെന്നൊക്കെ ഉള്ളത് അവർക്കറിയാം. അപ്പൊ ഉണ്ടല്ലോ ആമി, അവരുടെ കമ്പ്യൂട്ടറിൽ നോക്കുമ്പോഴില്ലേ ഫാഷൻ രംഗത്തുള്ള മിടുക്കന്മാരായ ചെറുക്കന്മാരില്ലേ, അവരൊക്കെ അതിൽ നിങ്ങടെ ഒഴുകി വരികയാണ്. അതിന്ന് 1-2 പേരെ കണ്ടുപിടിച്ച് നല്ലതാന്ന് തോന്നിയ അവരെങ്ങ് കൂട്ടിക്കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. കൂട്ടിക്കൊണ്ടുവരാനോ? എന്തി സെലക്ട് ചെയ്ത് നല്ലതിനെ കൊണ്ടുവരും. പിന്നെ മോളുടെ ജാതകത്തിന്റെ പകർപ്പ് ഇന്ന് തന്നെ അവർക്കൊന്ന് അയച്ചു കൊടുക്കണം, കേട്ടല്ലോ? പ്രഭേ, ഇത്ര എടിപിടിന്ന് മോളോട് ചോദിക്കാതെ എങ്ങനെയാ? ഇത്
ഇതിലിപ്പോ ചോദിക്കാൻ എന്താന്നിരിക്കുന്നേ? ചോദിച്ചാരെങ്കിലും പെമ്പിള്ളേര് സമ്മതിക്കുവോ? അവര് വരട്ടെ, കാണട്ടെ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ നോക്കിയാ പോരെ, ഇല്ലെങ്കിൽ അങ്ങ് പോട്ടെ എന്ന് വിചാരിക്കണം. ഇതിലിപ്പോ എന്താ അത്ര കുഴപ്പം? ഞാൻ പക്ഷെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഫാഷൻ രംഗത്തുള്ള ആൾക്കാർ മാത്രം മതിയെന്ന്. അതാവുമ്പോഴത്തേനും രണ്ടുപേരും കൂടി എന്തെങ്കിലും ബിസിനസ് ഒക്കെ ചെയ്ത് അവരങ്ങ് ജീവിച്ചോളും. അല്ലാതെ ഇവിടുത്തെ പെങ്കൊച്ചിന് എഞ്ചിനീയറും ഡോക്ടറും ഒന്നും ചേരൂല. എന്തായാലും അവള് വരട്ടെ. ഇനിയിപ്പൊ വന്ന ഉടനെ തന്നെ ഇത് വിളമ്പാനൊന്നും നിൽക്കണ്ട, കേട്ടല്ലോ? ഞാൻ നമ്പൂരിനൊന്ന് വിളിക്കാം. ദാ മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എവരിബഡി. ഗുഡ് മോർണിംഗ്. ആർക്കൊരു മൈൻഡ് ഇല്ല. ഇന്ന് ഗ്രൂപ്പിൽ ചെക്ക് ചെയ്തായിരുന്നാ? പുതിയ ഫോട്ടോസ് വല്ലതുണ്ടോ? ചുമ്മാ തരൂല സാറേ. ഒരു ഫോട്ടോ വന്നെന്ന് കരുതി പിന്നെയും പിന്നെ ആരെങ്കിലും ഇടുവോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ബെല്ലുണ്ട്. ഹലോ, സോണിയാണോ? അതെ, ഇതാരാ വിളിക്കുന്നേ? സോണാലിയിൽ ജോലി ചെയ്യുന്ന സോണിയല്ലേ? അതെ, ആരെയാ വിളിക്കുന്നേ? കുട്ടി ഇപ്പോ ഓഫീസിലാണോ? ദാ എത്തിയതേ ഉള്ളൂ. സിദ്ധാർത്ഥ് അവിടെയുണ്ടോ? ഞാനങ്ങോട്ട് കേറിയിട്ടില്ല. ഇതാരാ സംസാരിക്കുന്നേ? ഞാൻ സോനാലി ബംഗ്ലാവിന്നാ, സിദ്ധുവിന്റെ മമ്മിയാ. അയ്യോ മാഡം, ആരാ വിളിക്കുന്നറിയാതെ ഞാൻ... ഒരു മിനിറ്റ്, ഞാൻ സാർ എത്തിയിട്ടുണ്ടെങ്കിൽ ഫോൺ കൊടുക്കാം. വേണ്ട, എനിക്ക് സോണിയോട് സംസാരിക്കേണ്ടത്. എന്താ മാം സംസാരിക്കേണ്ടത്? പറഞ്ഞോളൂ. ഫോണിലല്ല, നേരിട്ടാ സംസാരിക്കാനുള്ളത്. എനിക്ക് സോണിയൊന്ന് കാണണം. എന്താ, ബുദ്ധിമുട്ടുണ്ടോ? ഏയ് ഇല്ല മാം. എങ്കിലൊന്ന് വീട്ടിലേക്ക് വരാമോ? ഇപ്പോഴോ? ഇപ്പൊ തന്നെ. എന്താ, ഇങ്ങോട്ട് വരാൻ പറ്റില്ലെന്നുണ്ടോ? വരാം മാം. ഞാൻ സാറിനോടൊന്ന് അനുവാദം ചോദിച്ചിട്ട് മതിയോ? വേണ്ട, സിദ്ധുവിനോട് ചോദിക്കാൻ നിൽക്കണ്ട. ഞാൻ വിളിച്ചെന്നോ സോണി ഇങ്ങോട്ട് വരുന്നെന്നോ തൽക്കാലം അവനറിയണ്ട. ഓക്കെ മാം. മനസ്സിലായോ? മനസ്സിലായി മാം. എന്നാ ശരി. എക്സ്ക്യൂസ് മീ മാം. പറ മോളെ. എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടാണോ? അതിന് സോണി എന്തെങ്കിലും തെറ്റ് ചെയ്തതായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല മാം, അറിഞ്ഞുകൊണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്നാ ശരി, മോളിങ് പോരെ, നമുക്ക് നേരിട്ട് എന്തായാലും തനിക്ക് സമാധാനമായല്ലോ. സാർ എന്തിനാ സാർ എന്നെ മാത്രം ഇങ്ങനെ കുറ്റം പറയുന്നേ? സാർ വീട്ടിൽ പോയിട്ട് അവരെ ഒന്ന് കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കണം. എന്റെ വീട്ടിലെ കാര്യം ക്ലിയർ ചെയ്യാൻ എനിക്കറിയാം. താൻ പോയി തന്റെ ജോലി ഓടോ.
ആകെ പ്രശ്നവും സർ. ഇതെങ്ങനെയെങ്കിലും ഒന്ന് ക്ലിയർ ചെയ്യണം സർ. സാർ എന്തിനാ സാർ എന്നെ മാത്രം ഇങ്ങനെ കുറ്റം പറയുന്നേ? സാർ വീട്ടിൽ പോയിട്ട് അവരെ ഒന്ന് കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കണം. ഇതുവരെ വിളിച്ചില്ലേ കൊച്ചിനെ? ഇല്ല. എന്റെ ആമി കല്യാണക്കാരിയാണ്, പെണ്ണ് കാണലാണെന്നൊന്നും പറയണ്ട. മണി 11:30 12 മണി ആകുമ്പോഴത്തേനും അവര് വരുവേ. ആമയ്ക്ക് വിളിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇങ്ങോട്ട് ഞാൻ വിളിക്കാം. എന്തോ ഇത്ര മടി? ആമിയോ? ആമി എന്താ ഈ സമയത്ത് പതിവില്ലാതെ? ആമി, മോളെ ഓഫീസിൽ ജോലി തിരക്കായിരിക്കും അല്ലേ? അതാ പറഞ്ഞോണ്ടിരുന്നത് കാര്യം പറ. ആമി ഇപ്പൊ എന്താ വിളിച്ചേ? മോള് വീട് വരെ ഒന്ന് വരണം. ഇപ്പോഴോ? എന്താ ആമി കാര്യം? അതൊരു അത്യാവശ്യമുണ്ട്. അയ്യോ, ആമിക്ക് എന്താ സുഖമില്ലേ? ഏയ് ഇല്ലില്ല, എനിക്കൊരു കുഴപ്പമില്ല. മോള് വന്നിട്ട് ഒരു കാര്യമുണ്ട്. എന്താണെന്ന് പറ ആമി. നീ വന്നിട്ട് പറയാന്നേ. എളുപ്പം വാ. എന്തായാലും വെറുതെ വിളിക്കില്ലെന്നറിയാലോ. ഒരു പ്രധാനപ്പെട്ട വിഷയ. എളുപ്പം വന്നേ. ഹലോ ആമി. ഇത്രയും കാര്യമുള്ളൂ, അതിനാണ്. സർ 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 കുഴപ്പമില്ല. സർ 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 ഒന്ന് ഓപ്പൺ ചെയ്. സർ സർ എന്താ ഏത് നശിച്ച നേരത്താണോ എനിക്ക് സാറിന്റെ നെഞ്ചത്തോട്ട് വീഴാൻ തോന്നിയത്? ഇത് പറയാനാണോ താൻ ഓടിക്കയച്ചോന്നേ? അതല്ല, സാറിന്റെ വീട്ടിലെ ഫോട്ടോ കിട്ടിയതുപോലെ എന്റെ വീട്ടിലും ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. അവിടെയാണെങ്കിൽ പ്രശ്നം വഷളാക്കും കൊച്ചിനും കുഞ്ഞമ്മയും എല്ലാം ഉണ്ട്. തന്നോട് ഇപ്പൊ ആരോ പറഞ്ഞേ? എനിക്ക് വീട്ടിൽ നിന്ന് കോള് വന്നു. ആമിയാ എന്നെ വിളിച്ചത്. ഞാൻ ഇപ്പൊ തന്നെ വീട്ടിൽ ചെല്ലണോന്ന്. അവര് ഫോട്ടോയുടെ കാര്യം ചോദിച്ചോ? അതല്ല, വർക്കിംഗ് അവേഴ്സിൽ അവരെന്നെ വിളിക്കണമെങ്കിൽ അത് തന്നെയാ കാര്യം. ഫോട്ടോ അവിടെ കിട്ടിയിട്ടുണ്ട്, അതെനിക്ക് ഉറപ്പാ. ഞാനിനി എന്താ ചെയ്യണ്ടേ? സാർ ഇങ്ങനെ മിണ്ടാതെ നിന്നാൽ എങ്ങനെയാ? ഞാനിനി എന്താ ചെയ്യണ്ടേ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് തന്റെ വീട്ടിൽ പോയിട്ട് കാര്യം പറയാം. വണ്ടിയിലോട്ട് കയറും, വീട്ടിലോട്ട് പോകാം. കയറും, വണ്ടി കയറും. ഓരോ കുരിശെടുത്ത് തലേ ചടങ്ങോ എന്ന് വെച്ചാ? ഇതാദ്യം ആയതുകൊണ്ട് ഇതൊന്നും അറിയാത്ത. പിന്നെ സ്ഥിരം ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന ആളാണെന്ന് ഇവര് കരുതിയോ? അതെ, അപർണയുടെ ഫോട്ടോ കിടക്കണ ആമി. ഇനിയിപ്പോ ഫോട്ടോ എന്തോത്തിനാ? അപ്പൂപ്പ നേരിട്ടിങ് വരൂല, അന്നേരം കണ്ടാ പോരെ. ഇനിയിപ്പോ ഇതിനെ ഫോട്ടോ കാണണ്ടേ? അതല്ല, ഫോട്ടോ കാണാൻ. അതെ, ഈ വെപ്രാളം കണ്ടിട്ട് ഞാൻ ചോദിക്കുന്നതാ. ചോദിക്കുന്നോണ്ട് ഒന്നും തോന്നരുത്. നിങ്ങൾ തമ്മിൽ നേരത്തെ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നോ? അയ്യോ, അതല്ല. അല്ല, ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി ചോദിച്ചതാ. അല്ല, അതങ്ങനെയല്ല. ശരിക്കും അത് പ്ലാൻഡ് അല്ല. ഓ, അപ്പൊ ഇത് മറ്റത് സർപ്രൈസ്. ശരിക്കും പറഞ്ഞാലേ അതങ്ങനെയല്ല, ഒരു തെറ്റിദ്ധാരണയിൽ അങ്ങ് സംഭവിച്ചു പോയാ. ഇനി ഇപ്പൊ ആ തെറ്റിദ്ധാരണയാണെങ്കിൽ ആ തെറ്റിദ്ധാരണ ഞങ്ങൾക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പോഴോ? അമ്മേ, ഞാൻ അപർണയുടെ സ്വഭാവത്തെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ. അവള് പണ്ടേ അങ്ങനെയാ. സാർ അത് മനസ്സിലാക്കി പെരുമാറിയാ മതി.
സത്യത്തിൽ ഞങ്ങൾ നേരത്തെ അറിഞ്ഞിരുന്നില്ല. അല്ലെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നൊന്നല്ലല്ലോ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ആമി വേറൊരു കാര്യമുണ്ട്. ഇവര് തമ്മിൽ നേരത്തെ പരിചയമുള്ളത് നല്ലതാ. പരസ്പരം മനസ്സിലാക്കിയിരിക്കുമല്ലോ. ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് ജീവിക്കേണ്ട പിള്ളേരാ. അയ്യോ വീണ്ടും ടെൻഷൻ. ഇത് പക്ഷെ ടെൻഷനൊന്നും അല്ല, നാണവാ. ഇപ്പോഴത്തെ ചെറുപ്പക്കാരെല്ലാം ഇങ്ങനെ. അത് അതെ, ഒറ്റ ഒരു കാര്യം. ഇനി ടെൻഷനും വേണ്ട, നാണവും വേണ്ട, ഒന്നും വേണ്ട. സാറും അപ്പും തമ്മിലുള്ള കല്യാണത്തിന് ഞങ്ങൾക്ക് സമ്മതാണ്. അയ്യോ ഒരയ്യോയും ഇല്ല, ഒരഭിപ്രായ വ്യത്യാസവും ഞങ്ങൾക്കില്ല. നാളെ വേണമെങ്കിൽ നാളെ ഞങ്ങൾ നടത്തും. പോരെ? അയ്യോ അല്ല ഞാൻ ചായ എന്നാ ആമി ചായ എടുക്ക്. ഞാൻ അവളെ ഇവിടെ എത്തിന്ന് വിളിച്ചു നോക്കട്ടെ. അല്ല ചായ വേണ്ട, നിങ്ങളൊന്ന് അയ്യോ അവിടെ ഇരുന്നോ, ദേ പോരുന്ന്. ഈ കൊച്ചിന്റെ ഒരു ടെൻഷൻ. ഒരു ഫോട്ടോ കണ്ട ഉടനെ കല്യാണം കഴിക്കണമെന്ന് ഇവരെന്തൊക്കെ പറയുന്ന. ആ സോണി പറ. സർ ഈ ജാതകമൊക്കെ എന്തിനാ? എന്താ? അല്ല, ഈ ജാതകം ഇല്ലേ, ഹോറോസ്കോപ്പ്, അതിന്റെ ഉപയോഗം ഇവിടെ എന്തിനാ? ജാതകോ? തനിക്കിപ്പോ എന്തിനാ ജാതകം? അല്ല, എനിക്കല്ല സർ. സാറിന്റെ മമ്മി എന്റെ ജാതകം ചോദിച്ചിട്ടുണ്ട്. മമ്മിക്ക് ജാതകോ? സോണി നീ എന്റെ വീട്ടിൽ നിൽക്കുവാണോ? സർ, ഇവിടെ സാറിന്റെ മമ്മി ആന്റിയൊക്കെ എന്തിനോ വേണ്ടിയൊക്കെ എന്നെ ഇന്റർവ്യൂ ചെയ്യായിരുന്നു. ഈ ഐഡി ആധാരമൊക്കെ ചോദിക്കും പോലെ എന്റെ ഹോറോസ്കോപ്പും ചോദിക്കുന്നുണ്ടായിരുന്നു. ഈ ജാതകം ചോദിക്കുന്നതൊക്കെ സാധാരണ കല്യാണം ആലോചിക്കുന്ന സമയത്തല്ലേ? ഇവിടെയും കല്യാണാലോചന, അവിടെയും കല്യാണാലോചന. സോണി ഒരു കാര്യം ചെയ്യ്, നീ അവിടെ തന്നെ വെയിറ്റ് ചെയ്യ്. ഞാൻ വന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയാൽ മതി. ഞാനിപ്പോ തന്നെ വരാം. ആ ശരി സർ, ഒന്ന് പെട്ടെന്ന് വരുമോ? ഞാൻ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം. ആ ഇനി ഇവിടെ വന്നാൽ ശരിയാവില്ല. ഇത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം. അവിടെ ഇവിടെ പാരലായിട്ട് എന്തൊക്കെയാ നടക്കുന്നതെന്നൊരു പിടിയും കിട്ടുന്നില്ല. ഇവിടുത്തെ കാര്യം ഇനി അപർണ മാനേജ് ചെയ്യട്ടെ. ഒന്ന് സംസാരിക്കാനും സമ്മതിക്കുന്നില്ല.